നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകരെയും ഇന്നത്തെ സഫലമി യാത്രാ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോയമ്പത്തൂരിലാണ്. 1983 ഒരു അടിപൊളി സ്ഥാപനം തുടങ്ങി. ഇന്ന് അതൊരു വലിയ ലെവലിലേക്ക് നിൽക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ ഡൈ കാസ്റ്റിംഗ് എന്നാണ് ആ കമ്പനിയുടെ പേര്. ഒരുപാട് നിരവധി അലുമിനിയം പ്രഷർ ഡൈ കാസ്റ്റിങ്ങും പിന്നെ എന്താ പറഞ്ഞാൽ അതിൻ്റെ കോമ്പണൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമ്മുടെ സ്വന്തം മലയാളിയുടെ കമ്പനിയാണ് അദ്ദേഹം. ഈ കമ്പനിയിൽ മാത്രമല്ല, അദ്ദേഹം മറ്റേ നമ്മുടെ കൾച്ചറൽ അസോസിയേഷൻസിലൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. അദ്ദേഹത്തിനെ എല്ലാവരും എന്താ പറയുക, സ്നേഹപൂർവ്വം മാണിക്കേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി, മിസ്റ്റർ മാണിക്കൻ. നമസ്കാരം സർ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇത്രയും അടുത്തുണ്ടായിട്ട് പോലും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സാഹചര്യം. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്തി ഇന്ന് മാണിക്കേട്ടനെ നമുക്ക് എടുക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ സാറിന്റെ നാട് എവിടെയാണ്? നാട് പാലക്കാട്, കണ്ണനൂർ. കണ്ണനൂർ. ഓക്കെ. സോ അവിടെയാണ് ജനിച്ചതൊക്കെ? ജനിച്ചത് ഗ്രാമം. ഓക്കെ. അച്ഛൻ എന്തായിരുന്നു ചെയ്യണ്ടായിരുന്നത്? അച്ഛൻ വിശ്വകർമ്മ. ഓക്കെ. ഇരുമ്പ് ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു. ജോലി അവിടെ നാട്ടിൽ തന്നെ ആയിരുന്നു? നാട്ടിൽ തന്നെ. ഓക്കെ. പിന്നെ എപ്പോഴായിരുന്നു താങ്കൾ അവിടുന്ന് കോയമ്പത്തൂരിലേക്ക് വന്നത്, അല്ലെങ്കിൽ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയത് എവിടെയായിരുന്നു? ഞാൻ 10th കഴിഞ്ഞു 1970-71. 10th കഴിഞ്ഞു. പിന്നെ അന്ന് പഠിക്കാൻ ശകലം മാർക്കെല്ലാം കുറവായതുകൊണ്ട് പിന്നെ ഉപരിപഠനത്തിന് പോയില്ല. അവിടുന്ന് ITIയിൽ പോയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാൻ നിന്നില്ല. അപ്പോഴേക്ക് മദ്രാസിലേക്ക് ഒരു ജോലിൻ്റെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ മദ്രാസിൽ 1976 ഫെബ്രുവരി മാസം ഇവിടുന്ന് മദ്രാസിലേക്ക് പുറപ്പെട്ട് മാർച്ച് 3-ാം തീയതി മദ്രാസിലെ ഒരു തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമായിട്ടുള്ള ടാൻസി പ്രഷർ ഡൈ കാസ്റ്റിംഗ് യൂണിറ്റ്, ടാൻസി എന്നുള്ള ഒരു യൂണിറ്റിൻ്റെ ചീഫ് സൂപ്രണ്ട് അയാൾ അവിടുന്ന് വിരമിച്ച് അവർ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങിയ ആ സമയത്ത് മാർച്ച് 3-ാം തീയതി ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ പോയിട്ട് അപ്രൻറ്റീസായിട്ട് ജോലിക്ക് പോയി. അപ്രൻറ്റീസായിട്ട് ശമ്പളം ഇല്ലാതെ? ശമ്പളം ഉണ്ട്, 100 രൂപ. 100 രൂപ ഉണ്ട്. വലിയ ശമ്പളം അന്ന കാലത്ത്. 76 100 രൂപ എനിക്ക് ഫസ്റ്റ് സാലറി. 1976 മാർച്ച് 3-ാം തീയതിയാണ് ജോലിക്ക് ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. കയറി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഞാൻ ജോലിയിൽ വലിയ താല്പര്യം. ഞാൻ വിശ്വകർമ്മയിൽപ്പെട്ട ഒരാളായതുകൊണ്ട് എൻ്റെ അച്ഛൻ ചെയ്യുന്ന ജോലികളൊക്കെ കണ്ടിട്ടും പഠിച്ചിട്ടും സപ്പോർട്ട് ചെയ്തിട്ടും ഒക്കെ ഉള്ള ആളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇതുമാതിരിയുള്ള ഇൻഡസ്ട്രിയിൽ ജോലി പഠിക്കാനുള്ള സൗകര്യം കിട്ടി. പെട്ടെന്ന് പഠിക്കാനുള്ള സൗകര്യം. എൻ്റെ മദ്രാസിലുള്ള ഒരു ജ്യേഷ്ഠൻ അവിടെ ചില കമ്പനിയിൽ അസൗകര്യം കാരണം കോയമ്പത്തൂർ വരുന്നുണ്ട്. കോയമ്പത്തൂർ വരികയാണെങ്കിൽ നീ മാനേജറിനെ കണ്ട് സംസാരിക്കും, അവിടെ ജോലി തരുവാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഡൈ വർക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ജ്യേഷ്ഠൻ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ജ്യേഷ്ഠന്മാരുണ്ട്? 5 പേരാണ്. 5 ജ്യേഷ്ഠന്മാരാണ്. 4 എൽഡറും 1 യങ്ങർ. ഓക്കെ. അപ്പോൾ മൊത്തം 6 പേര്. 5 പേര്. 4 എൽഡർ, 1 യങ്ങർ. നിങ്ങൾക്ക് 3 എൽഡറും 1 യങ്ങറും. അപ്പൊ എല്ലാം ആൺകുട്ടികളാണ്? അല്ല, 4 സിസ്റ്റേഴ്സ്. 4 സിസ്റ്റേഴ്സ് ആണ്. ഓ മൈ ഗോഡ്. ഓക്കെ. 4 സിസ്റ്റേഴ്സും. അപ്പോ എല്ലാം കോയമ്പത്തൂരുണ്ട്, പാലക്കാടുണ്ട്, ഹൈദരാബാദിലുണ്ട്. അതേമാതിരി ഇനിയൊരു ജ്യേഷ്ഠനെ പറ്റി. അപ്പൊ മൊത്തം എത്ര? 9 പേരാണോ കുടുംബം? 9 പേര്. ഓക്കെ. 5 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. ഓക്കെ. അത് പെൺകുട്ടികൾ മുഴുവൻ ഇളയതാണോ? അല്ല,
എൻ്റെ വലിയ സിസ്റ്റർ മാരേജ് ചെയ്യുന്നത് അതിന് ശേഷമാണ് എന്നെ പ്രസവിക്കുന്നത്. ആണോ? വലിയ സിസ്റ്ററിന്റെ മാരേജ് കഴിഞ്ഞ ശേഷം നിങ്ങളെ പ്രസവിക്കും. അപ്പൊ നിങ്ങൾക്ക് താഴെയല്ലേ അനിയത്തിമാരൊക്കെ? അനിയനുണ്ട്. അത് ശരി. അങ്ങനെ 5.25 വർഷം കഴിഞ്ഞു. പിന്നെ അവിടുന്ന് ജോലി റിസൈൻ ചെയ്തു. അതേ കമ്പനിക്ക് എൽടെക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള കമ്പനിയിൽ ജോലി ചെയ്തു. അവർക്ക് തന്നെ ഡൈകൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി, ഞാനും എൻ്റെ ജ്യേഷ്ഠനും. അന്ന് കാലത്ത് മെഷീനറീസ് ഒന്നുമില്ല, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് മാത്രം വെച്ചാണ് തുടങ്ങിയത്. പിന്നെ നാട്ടിലുള്ള ഒരു പ്രോപ്പർട്ടിൻ്റെ ഡോക്യുമെൻ്റ് TIC എന്നുള്ള ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾ പണം കടം എടുത്തു. ആദ്യം ഒരു മെഷീനറി വാങ്ങി, പിന്നെ അത് കുറേ നാൾ അതിൽ വെച്ച് കുറേയൊക്കെ ചെയ്ത് ഇരിക്കുമ്പോൾ നെസ്റ്റ് മിഷൻ 6 മാസം കഴിഞ്ഞ്, അത് കഴിഞ്ഞ് നെസ്റ്റ് മിഷൻ എടുക്കുമ്പോൾ അവിടെ സ്ഥലത്തിന്റെ ഏരിയ കുറവായിരുന്നു. ഇത് എവിടെയായിരുന്നു? കോയമ്പത്തൂരിൽ ഗണപതി, ചങ്ങന്നൂർ റോഡിൽ 2nd സ്ട്രീറ്റിൽ ദാസർ സ്ട്രീറ്റ് എന്ന് പറയും. അവിടെ ചെറിയ ഒരു ഏരിയയിലായിരുന്നു. സ്ഥലത്തിന്റെ പരിധി, സ്ഥലത്തിന്റെ സൗകര്യം കുറവ് കാരണം പിന്നെ വേറൊരു വാടകയ്ക്ക് സ്ഥലം എടുത്ത് അവിടെ. ഗണപതി തന്നെ? അതും ഗണപതി അണ്ണാനഗർ, മണിയറമ്പാളയം. അവിടെ 4 വർഷം, ആദ്യത്തെ സ്ഥലം 5 വർഷം, സെക്കൻഡ് പ്ലേസിൽ 4 വർഷം വാടകയ്ക്കിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശിവാനന്ദപുരത്ത് ഒരു 16 സെൻറ്റ്, അതിൽ സ്വന്തമായിട്ട് 90-91 ബിൽഡിംഗ് കെട്ടി അങ്ങോട്ട് സ്വന്തമായിട്ട് കമ്പനിയെല്ലാം വാങ്ങിച്ച് പിന്നെ ഓരോരോ മെഷീനറീസ് അങ്ങനെ ആഡ് ചെയ്തു. അതിനുശേഷം 2009 ശേഷം ഞങ്ങൾക്ക് 3 കമ്പനിയുണ്ട്. അതിലൊരു കമ്പനി ജ്യേഷ്ഠനും ഞാൻ 2 കമ്പനിയും അങ്ങനെ എടുത്തു വർക്ക്. അങ്ങനെ 2009 മുതൽ. അപ്പൊ ഇത് ജ്യേഷ്ഠൻ ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ മോൾഡ്സ് ആൻഡ് ഡൈസ്. നിങ്ങൾ ചെയ്യുന്നത് ഡൈ കാസ്റ്റിംഗ്. അവര് ഷീറ്റ് മെറ്റൽ കോമ്പണൻസ് ജ്യേഷ്ഠൻ. ഇത് അലുമിനിയം പ്രഷർ ഡൈ കാസ്റ്റിംഗ് കോമ്പണൻസ് ആൻഡ് ലോക്ക് മാനുഫാക്ചറിംഗ് ഉണ്ട്. ഷീറ്റ് മെറ്റൽ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇനിയൊരു കമ്പനി കൂടി ഉണ്ട് പറഞ്ഞു. ഇനിയൊരു കമ്പനി ടൂള് ചെയ്യുന്ന കമ്പനി, അത് ശിവാനന്ദപുരം. അതെവിടെ? ശിവാനന്ദപുരം. ഓക്കെ. ഇപ്പൊ ഈ കമ്പനിയിൽ ചെയ്യുന്ന ഈ പ്രഷേർഡ് ഡൈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്, ഈ പ്രഷേർഡ് ഡൈ കാസ്റ്റിംഗ് ആൾമോസ്റ്റ് എല്ലാ മെഷീനറീസിനും അല്ലെങ്കിൽ എല്ലാ ബിഗ് എക്യുപ്മെന്റ്സിനും ആവശ്യമുള്ള കോമ്പണൻസ് ആണ്. അപ്പൊ ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രിക്കാണ് താങ്കൾ ഈ ഡൈ കാസ്റ്റിംഗ് ചെയ്തു കൊടുക്കുന്നത്? ഇവിടെ പ്രീകാൾ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സ്ഥാപനം, പെരിയനായ്ക്കമ്പാളയം, കോയമ്പത്തൂർ. അവർക്ക് ആണ് നമ്മൾ നിറയെ കോമ്പണൻസ്, പ്രഷർ ഡൈ കാസ്റ്റിംഗ് കോമ്പണന്റ് ആൻഡ് ഷീറ്റ് മെറ്റൽ മാനുഫാക്ചറിങ്. ടെക്സ്റ്റൈൽ ഇല്ല, അത് ഓട്ടോമൊബൈൽസ് ആൻഡ് സ്പീഡോമീറ്റേഴ്സ്. അപ്പോൾ പ്രീകാൾ എന്ന സ്ഥാപനത്തിൽ 1984 ഞങ്ങൾ എൻ്റർ ആവണോ. അതിനുശേഷം 2016 വരയ്ക്കും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. 2 വീലർ കോമ്പണൻസ് മുതൽ കാറിന് വരേണ്ട ഓയിൽ പമ്പുകളോ ഫ്യൂവല് അല്ലെങ്കിൽ അതുമാതിരി വാട്ടർ പമ്പ് അതുമാതിരിയുള്ള കോമ്പണൻസ്, എയർ ബസ്സിനുള്ള കണക്ടേഴ്സിൻ്റെ കോമ്പണൻസ്. ഹൈഡ്രോളിക്സ് ആണ് അതൊക്കെ? ഹൈഡ്രോളിക് അല്ല, എയർ ബസ്സിൽ എവിടെ വരുന്ന ആ കോമ്പൗണ്ട് ചോദിച്ചാൽ അറിയില്ല. കണക്ടേഴ്സ് നിറയെ ഒരു 30-ലേറെ ഫ്രാൻസിലേക്ക് ഒരു ഫ്രഞ്ച് കൊളാബറേറ്റഡ് കമ്പനി ഉണ്ട്. നമ്മളത് കൊച്ചിൻ ബേസ്ഡ് കമ്പനിയാണ്, സൂര്യ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അവർ ചില കാരണങ്ങളാൽ കേരളത്തിൽ ആ കമ്പനി നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കോയമ്പത്തൂരിലേക്ക് ആ കമ്പനി ഷിഫ്റ്റ് ചെയ്തു. അവർക്കൊരു 30ഓളം കാമുണ്ട് ഞങ്ങൾ സപ്ലൈ
ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്തിന്റെ ഇത് ഒരു സൈഡിൽ ഈ ഡൈ കാസ്റ്റിംഗ് കോമ്പണൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് നിങ്ങൾ അയക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണോ ഈ ലോക്കിന്റെ മാനുഫാക്ചറിങ് തുടങ്ങിയത്? ലോക്ക് എന്ന് പറഞ്ഞാൽ ആ പ്രീകാൾ കമ്പനി വിട്ടപ്പോ എല്ലാം പാർട്സ് ആണ്. 40-50ഓളം പാർട്സുകൾ മാസത്തിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മളായിട്ടൊരു പ്രോഡക്റ്റ് ചെയ്താൽ അത് നമ്മൾക്കൊരു നിത്യ വരുമാനം ആകും എന്നുള്ള ഉദ്ദേശത്തിലാണ് 2016 ശേഷം ഈ ലോക്ക് മാനുഫാക്ചറിങ് തുടങ്ങി. അതൊരു 3-4 കൊല്ലത്തോളം കുറച്ചായിട്ട് അതിൽ നിറയെ പാർട്സ് ഉണ്ട്. കുറച്ചായിട്ട് ചെയ്തിട്ട് ഇപ്പോൾ ലോക്ക് മാനുഫാക്ചറിങ് ചെയ്ത് അത്യാവശ്യം ഇവിടെ കോയമ്പത്തൂരുള്ള 1-2 കമ്പനികളിലേക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അത്യാവശ്യം അറിയുന്ന നല്ല ഡോർ ഹാൻഡിൽസ് ആണ് അത്. അത് ഏൽ എന്നുള്ള ഒരു കമ്പനി, ഏൽ എന്നുള്ളൊരു കമ്പനിന്റെ സാമ്പിൾ വാങ്ങിച്ചത് കോപ്പി ഏൽ എന്നുള്ള ഒരു ഇതാണത് എന്നുള്ള അത് സാമ്പിൾ വാങ്ങി അതങ്ങനെ എഡിറ്റോ കോപ്പി അടിച്ചിരിക്കും. ശരി. സാറിന്റെ ഫാമിലിനെ കുറിച്ച് പറയും, ഭാര്യയെ കുറിച്ചും മക്കളെ കുറിച്ചും. നമ്മുടെ ഫാമിലി എന്ന് വെച്ചാൽ 1983 അന്ന് എനിക്ക് 28 വയസ്സാണ്. അന്ന് മാരേജ് കഴിഞ്ഞു. ശാന്തകുമാരി പേര്. പാലക്കാടിലെ ഒരു കുഗ്രാമം തന്നെ പറയാത്. കോങ്ങാട്ടിൻ്റെയും പത്തിരിപ്പാലിൻ്റെയും ഇടയിൽ കേരളശ്ശേരിയിൽ നമ്മുടെ സിനിമാ നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അവരിൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു കുഗ്രാമം. അവിടെയാണ് വൈഫിൻ്റെ വൈഫ് ഹൗസ്. അന്ന് കല്യാണം കഴിഞ്ഞ് എനിക്ക് സ്കൂട്ടർ അന്ന് വാങ്ങാൻ പറ്റിയിട്ടില്ല. 84-ലാണ് സ്കൂട്ടർ വാങ്ങി. അന്ന് ബസ് ഇറങ്ങിയിട്ട് 2-2.5 കിലോമീറ്റർ നടന്നു പോകണം ഇവരുടെ വീട്ടിലേക്ക്. നമ്മളിവിടുന്ന് ജോലി കഴിഞ്ഞ് 5 മണിക്ക് പോയിട്ട് ബസ് വിട്ട് ഇറങ്ങി അവിടെ എത്തുമ്പോഴേക്ക് നൈറ്റ് 8-9 മണിയാകും. ഇരുട്ടിൽ വേണം നടക്കാൻ. ഗ്രാമങ്ങളിൽ പാടത്ത് കൂടെ പോകണം, മരക്കുടിലിൻ്റെ ഇടയിൽ കൂടെ പോകണം. അന്ന് കാലത്ത് അത് ധാരാളം കുറുക്കന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനെ ഓടിയിട്ടും പഠിച്ചിട്ടും ഒക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. 83 കല്യാണം കഴിഞ്ഞു. 84 ഫസ്റ്റ് മകൻ ജനിച്ചു. 86 രണ്ടാമത്തെ മകൻ. അവരെയൊന്നും ചെറുപ്പത്തിലൊന്നും ശരിക്കും കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ പേരക്കുട്ടികളുടെ കൂടെ എൻ്റെ 2 മക്കൾക്കും അവർക്ക് മക്കളുണ്ട്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ കളിച്ചിട്ടും ചരിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ഇന്നത് അന്ന് നമ്മുടെ മക്കളെ കാണുക. ഞങ്ങൾ 10:30 മണിക്കാണ് വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുക. കാലത്ത് 8-ന് തുടങ്ങിയാൽ വൈകിട്ട് 10:30 വരെയും ജോലി അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ ഒന്നും കണ്ടിട്ടില്ല. ചെറുതായിട്ടൊന്ന് കാണും, അത്ര. ബിസിനസ് രണ്ടാളും 2 കമ്പനി. ഞാൻ സപ്പോർട്ടിന് ഇവിടെ ക്വാളിറ്റി മെയിൻ്റനൻസ് മാനേജ്മെന്റ് ഇതൊക്കെ അങ്ങനെ നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യും. എക്സലന്റ്. പിന്നെ താങ്കൾ ഈ ക്ലബിലൊക്കെ വളരെ ആക്റ്റീവ് ആണല്ലോ. ഏതൊക്കെ ക്ലബിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ക്ലബ്ബ് മീൻസ് അസോസിയേഷൻ, കൈരളി കൾച്ചറൽ അസോസിയേഷൻ. അന്ന് ഈ കൈരളി കൾച്ചറൽ അസോസിയേഷൻ എന്നത് KCF ആയിരുന്നു ഒരു കാലത്ത് തുടക്കത്തിൽ. അത് പിന്നീട് മാറി KCC എന്നാക്കി, കേരള കൾച്ചറൽ സെൻറ്റർ. അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ 2 ഗ്രൂപ്പായി പിരിഞ്ഞ് കൈരളി കൾച്ചറൽ സെൻറ്റർ എന്നുള്ള നമ്മുടെ TCP നമ്പ്യാരിൻ്റെ നേതൃത്വത്തിൽ കൈരളി കൾച്ചറൽ അസോസിയേഷൻ എന്നുള്ള ഇതിൽ തുടങ്ങി. അവരൊക്കെ തുടങ്ങി കുറേ കാലം കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഒന്ന് ഡെവലപ്പായിട്ട് അങ്ങോട്ട് വെളിയിൽ വരാൻ തുടങ്ങിയത്. അതിനുശേഷം ആണ് ഞാൻ ക്ലബ്ബുകളിലൊക്കെ, ലയൺസ് ക്ലബ്ബ്, അതേമാതിരി ഇപ്പോൾ അലയൻസ് ക്ലബ്ബ്, അത് ഇന്ത്യയിൽ തുടങ്ങി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പരന്നതാണ് അലയൻസ്. 20ഓളം രാജ്യങ്ങളിൽ. ലയൺസ് ക്ലബ്ബ് എന്നത് അമേരിക്കയിൽ തുടങ്ങിയിട്ട് മറ്റുള്ള അതിലൊക്കെ ആക്റ്റീവായിട്ട് ഏതാണ്ട് ടോപ്പ് വരയ്ക്കും പോയിട്ട് എല്ലാ പോസ്റ്റുകളും DC എന്ന് പറയും, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ, സോൺ ചെയർപേഴ്സൺ, റീജിയൻ ചെയർപേഴ്സൺ,
അത് കഴിഞ്ഞാൽ പിന്നെ ഗവർണർ അതുമാതിരിയുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ അതിന് പോയിട്ടില്ല. അതിന് പോകാൻ വന്നാലും നമ്മുടെ 2-3 വർഷത്തെ ഇത് ജോലിയും ഇതൊക്കെ പോകും. ടൈം അതിനെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്തായിരുന്നാലും എന്താ പറയുക, നമ്മളൊരു സിനിമ എടുക്കാനുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട് താങ്കളുടെ അടുത്ത്. അത്രയും വലിയ സ്റ്റോറിയാണ്. കാരണം ഇത് സെഗ്മെന്റ് ബൈ സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്, ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് തന്നെ പറയുന്നത്. നമുക്കത് ഒരിക്കലും ഈ ഒരു അരമണിക്കൂർ എപ്പിസോഡിൽ തീർക്കുന്ന ഒരു കഥയല്ല. നമുക്ക് വീണ്ടും ഇത് എന്താ പറയുന്നത്, തുടർന്ന് കുറേ കഥകളായിട്ട് ഇത് മാറട്ടെ. കാരണം നമ്മുടെ ജീവിതാനുഭവം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആവുകയാണെങ്കിൽ അത് ഒരു വലിയ കാര്യമല്ലേ. എന്തായിരുന്നാലും മാണിക്കേട്ടൻ ഒരു അരമണിക്കൂർ ടൈം നമുക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. നമസ്കാരം.